Occolo Studio. Study. ഹലോ ഒരാളി, ഞാൻ മുത്തുവാണ്. ഇവിടെ വെളുപ്പിനെത്തി. ഉടനെ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. എന്തു വന്നാലും ഞങ്ങൾ അവനെ പൊക്കിക്കൊണ്ട് വരൂ. ഓക്കെ? ബെന്നി, 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 മുതലാളി പറഞ്ഞു വിട്ടതാ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. എന്താണ് ഇത്? കൈയെടുക്ക്. മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇനി ആളെ പണിക്ക് ഞാനില്ലെന്ന്. ശരി, വേണ്ട. മുതലാളിയെ വന്നു കണ്ടിട്ട് പോയിക്കൂടെ? എന്തിന്? 5 കൊല്ലത്തെ ശിക്ഷയ്ക്ക് നന്ദി പറയാനോ? ബെന്നി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ കേസിൽ നിന്നെ ഊരാൻ മുതലാളി മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷെ പോലീസിന്റെ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഒത്തുചെല്ല്. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഉണ്ണിത്താൻ മുതലാളിയെ നിനക്ക് ശരിക്കും അറിയാലോ. കൈയെടുക്കടാ. ഈ ടാക്സി സ്റ്റാൻഡ് എവിടെയാ? ആ സൈഡില്. സൈതാലിക്കല വണ്ടി എവിടെ? സൈതാലിക്ക് ഓട്ടം പോയേക്കാണ്. എവിടെ പോവാനാ? വരുമ്പോ ബെന്നി വന്ന് അന്വേഷിച്ചെന്ന് പറയണം. ലോങ് ഓട്ടാണ് പോയേക്കണത്. വരുമ്പോ വൈകും. വന്നാ തന്നെ നീ സ്റ്റാൻഡിലോട്ട് വരുമെന്ന് തോന്നണില്ല. വീട്ടിൽ കാണും. ഏതായി പാർട്ടി? നമ്മുടെ ഉണ്ണിത്ത മുതലാളിയില്ലേ, അയാളുടെ ആളാ. ജയിലിലാണെന്നാ കേട്ടത്. ഇതിപ്പോ വിട്ടതാണോ ചാടിയതാണോന്ന് ഭഗവാൻ അറിയാം. എനിക്കപ്പോഴേ അറിയാം അവൻ വരില്ല എന്ന്. തന്ത്രപരമായി വേണം അവനെ കെണിയിലാക്കാൻ. എന്നാലേ നമ്മളെ വെട്ടി ചവം കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. 1 2 8 ലക്ഷത്തിന്റെ ചരക്ക. അല്ല, ബലപ്രയോഗം നടത്തി ബെന്നിയെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് മുതലാളി പറഞ്ഞുകൊണ്ട് മാത്രമാ. സൂത്രത്തിൽ അവനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം. അവന്റെ ശവം പോലും പിന്നെ ആരും കാണരുത്. മുതലാളി, ഇവരയാളെ കൊന്നു വന്ന ആ ശവം മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഒറ്റയ്ക്ക് മുമ്പിന്ന് പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക്. ആദ്യം അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലേ ഫോളോ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫൂൾസ്. ഒരു കാര്യം തീർച്ച, ഇവിടെ എത്തിയാൽ അവൻ സൈതാലിയെ കാണാതെ പോവില്ല. പെണ്ണും പെടുക്കുകയൊക്കെ ആയ പിന്നെ ഉണ്ണിത്താൻ മുതലാളിയുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പേടിച്ച് കള്ളച്ചർക്കും കൊണ്ട് ഓടിയിട്ട് അർഷസിന്റെ സുക്കട് മെച്ചം. ഉറുപ്പെത്ര ഉണ്ടായിട്ടെന്താ? ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല, കസ്റ്റഡിയിലാവുമ്പോ എന്റെ അടുത്ത് എത്ര ഉറുപ്പ്യന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിന്റെ കണക്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ, ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസ് വിസ്താരം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാരെ അമുക്കിയതാ. പഠിച്ചോനെ, അത് കൊള്ളാലോ. അപ്പോഴേ വെറുതെ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോർട്ട് കൊടുക്കുന്നു. മതി. എന്തേ, ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ. ഞാൻ എഴുന്നേക്കട്ടെ. എന്താണ്ടത് ജയിലിൽ പോയതോട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ.
അല്ല ഇനിയിപ്പോ എന്താണ് എന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താന്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ആ, ഇതിനൊന്ന് പിടിക്ക്. ഓ. ഞാൻ പോയി പായ എടുത്തോണ്ട് വരാം. ഉം. സാധാരണ നേരത്ത് കിടന്നു തുടങ്ങുന്നത് നിനക്ക് എന്താ ഇന്ന് പെരുന്നാലാവോ? കിടന്നു കഴിക്കോ? മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സീതലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. ഇങ്ങനെ കിടന്നോളി. ഇങ്ങനെ തരാം. കരയല്ലേ കരയല്ലേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. വീഡിയോ ഉള്ളൂ. ഇത് തന്നെ ഓളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലി നിർത്തി. നേരോ? ആ, പടച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീട് വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കരുത് കുറെ നാള്. അതുപോട്ടെ, ഇനി ഇങ്ങനെ ഒറ്റാന്തരായിട്ട് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമല്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരവുകൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. എന്നാ നീ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. ആനി, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ കല്ലറയ്ക്കകത്ത് വല്ലതും ആയിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മന്ദ, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വലുതായെന്ന് അറിയാൻ വേണ്ടി ചെടി പിരിവ് നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറയിലിടുന്ന കിഴങ്ങ്. ஆமா, அப்புறம் வீட்டுல குழந்தை ஊட்டிங்க எல்லாம் சௌக்கியம் தானே? ஏன் எனக்கு குழந்தை இல்ல, குட்டியில அப்புறம் ஏன் அவங்க சௌக்கியம்? யாரு அவன்? கடவுளே. പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പന്മാരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? ചെവിട്ടൂടെ എനിക്ക്? കണ്ണ് കണ്ടൂടെ എനിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടോണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്. പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ തന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50, ആലമന്റ് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. മതി മതി മതി, തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ? നിർത്ത് നിർത്ത്, തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചകം അടിച്ച് നിൽക്കാണ്ട് പാനെടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ.
ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുകി തിന്നാൻ. ആളുകൾ എന്തിനാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ തന്നെ അങ്ങനെ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സാർ. ബെന്നി, എന്ന് റിലീസായി? ഇന്നലെ എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പഴയ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതായി കക്ഷി? പഴയ ശ്രീനിവാസ ജുവലറി കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കരുതണമായിരുന്നു. കഷ്ടം, നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താന്റെ കൈയാളായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്കുകൊടുത്തിരുന്ന ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട് Shut up. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. മാനേജർ ഒന്ന് കണ്ടേക്കൂ. ഓക്കെ മാനേജർ സർ. എന്താ വിശേഷാക്ഷി? സൗഖ്യം തന്നെ? തന്നെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം.10 രൂപയ്ക്ക് ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യ്. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. പണത്തെ തിരിട്ടിട്ട് പോയിട്ടോ മാനേജർ സാർ? പണത്തെ തിരിട്ടിട്ട് പോയിട്ടോ? സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറിച്ചെന്ന് പറയുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിന്റെ തലയിൽ വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിച്ച എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ്, SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ. ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI ഉമ്മർ എവിടെ? SI ESIക്ക് പോയിരിക്കാം സാർ. CI ബാലചന്ദ്രൻ നായരോ?
അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, എസ് കുഞ്ഞീശയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീശോ. ഓ, സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് വാറു വരത്തലയാ. എന്താ ഉണ്ടായത്? ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ പുഴുങ്ങി തിന്നാൻ നീ വഴി എന്റെ സ്റ്റിക്കും ആ ചാപ്പ് കൊടുക്കണം. അപ്പോ വീണ്ടും തുടങ്ങിയല്ലേ സാർ? ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടി പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. അവനെ വിടാൻ മര്യാദക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, 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 എന്റെ റിവോൾവർ. ഇങ്ങോട്ട് മാറി. എന്റെ അമ്മേ. ഇവനൊന്നും കണ്ണു കണ്ടുകൂടെ? ഇവൻ എവിടെ പോയിട്ടുണ്ടായിരുന്നു? ആ കള സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ട് ഓടിയത്? പണ്ട് കേരള സാർ, 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 സാർ. അയ്യോ, എന്റെ ഓട്ടോ കൊണ്ടുപോണേ. പിടിക്കാന് വേഗം വിട്ടോ, വേഗം വിട്ടോ.
വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്താൻ. എന്റെ പണം നീ തട്ടി. നിന്റെ പണം മര്യാദയ്ക്ക് തരാം. നിന്റെ പണം മാറാം. നിനക്കെന്താ കാര്യം? ഈ പെട്ടിയിലെ തിരിച്ചേൽപ്പിക്കാതെ എനിക്ക് എന്നെ പണം തട്ടിപ്പറിച്ചിട്ട് എന്നെ കള്ളനാ കൊല്ലണം. അങ്ങോട്ട് പോ. മര്യാദ കേറാനാ പറഞ്ഞത്. പട്ടി വിടില്ലടാ നിന്നെ. നന്നാന്ന് വിചാരിച്ചാലും നീ ഒന്നും സമ്മതിക്കില്ലടാ. എടാ 5 കൊല്ലം ശരിക്കും അനുഭവിച്ചവനാടാ ഞാൻ. ഇനി നീ കാരണം ഒരു 5 കൊല്ലം ഇല്ല. വിടില്ലടാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ലടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റും. എനിക്കിതിലെ 1 ലക്ഷം രൂപ മതി. ബാക്കി താഴെ എടുത്തോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം. എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണോ വരാം. അതുവരെ എന്നെ തടയരുത് പ്ലീസ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള്